തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം മലയാളികൾ ഇത്തവണയും ആഘോഷമാക്കിയത് 24-നൊപ്പം. യൂട്യൂബിൽ മാത്രം ഒരേ സമയം 5 ലക്ഷത്തിലേറെ പേരാണ് 24-ന്റെ കാഴ്ചക്കാരായത്. ആർ ശ്രീകണ്ഠൻ നായർ, എസ് വിജയകുമാർ, ഹാഷ്മി താജ് ഇബ്രാഹിം എന്നിവരുടെ വിവരണം പതിവ് പോലെ പ്രേക്ഷകർക്ക് ആവേശമായി. ഗോൾഡൻ ന്യൂസ്. നമ്മൾ 5 ലക്ഷത്തിൽ അംബാനെ 5 ലക്ഷം യൂട്യൂബിൽ 5 ലക്ഷം പ്രേക്ഷകർ കടന്നിരിക്കുകയാണ്. എക്സിറ്റ് പോളുകൾ തെറ്റിപ്പോയേക്കാം, സീറ്റ് നില മാറി മറിഞ്ഞേക്കാം. എന്തുതന്നെയായാലും തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ മലയാളി തെരഞ്ഞെടുക്കുന്നത് 24-നെ തന്നെ. പ്രേക്ഷകരുടെ എണ്ണത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ 24-ന്റെ ജൈത്രയാത്ര. രാവിലെ 5 മണി മുതൽ തത്സമയ സംപ്രേഷണം. ഫലപ്രഖ്യാപനത്തിന് മുൻപ് മണ്ഡല വിശേഷങ്ങളുമായി റിപ്പോർട്ടേഴ്സിനൊപ്പം KR ഗോപികൃഷ്ണനും എസ് വിജയകുമാറും. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ആർക്കെ? ഗോപി, ഒരു നമുക്ക് സരസമായി പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലുള്ള നേതാക്കന്മാരുടെ, അത് 2 വിഭാഗത്തിലെ നേതാക്കന്മാരുടെ ചങ്കിടിപ്പ് ഡൽഹിയിലെ ഏതാണ്ട് അന്തരീക്ഷത്തിൽ മുഴങ്ങി കേൾക്കുന്നു എന്ന് പറയാം വേണമെങ്കിൽ. ഹാഷ്മി താജ് ഇബ്രാഹിമിന് പിന്നാലെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരും കളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവരുടെയും നെഞ്ചിടിപ്പ് കൂടിക്കിടക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ഫ്ലോറിലേക്ക് എൻ്റർ ആവാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, അടുത്ത 5 കൊല്ലം ആര് ഇന്ത്യ ഭരിക്കും എന്ന് തീരുമാനിക്കാൻ പോകുന്ന നിർണായക ദിവസമാണെന്ന്. ഈ വോട്ടെണ്ണൽ ദിനത്തിൽ മുഴുവൻ പ്രേക്ഷകരുടെയും പിൻബലത്തോടെ നമ്മൾ ആരംഭിക്കാൻ പോകുന്നു. ഹലോ വിജയകുമാർ, ഇപ്പോഴും ജീവനോടുണ്ടോ? ആഷ്മിന്റെ ജീവനോടുണ്ടെന്ന് എനിക്കറിയാം. വോട്ടെണ്ണി തുടങ്ങിയതും 24 മാജിക് സ്ക്രീൻ സജീവമായി. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പോലെ കാര്യങ്ങൾ ഏകപക്ഷീയമല്ലെന്നായതോടെ ആവേശവും ആകാംക്ഷയും കൊടിമുടി കയറി. കമന്റ് ബോക്സിൽ ചർച്ചകൾ ചൂടുപിടിച്ചു. 24-നൊപ്പം കൂടി പ്രേക്ഷക ലക്ഷങ്ങൾ. ഒരു വേള കാഴ്ചക്കാരുടെ എണ്ണം 5,37,754. വീണ്ടും റെക്കോർഡ്. പ്രേക്ഷക പ്രീതിയിൽ 24 മുന്നിൽ. ഇപ്പൊ തന്നെ 5,30,000 ആളുകൾ യൂട്യൂബിൽ നമ്മുടെ 24 കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നന്ദി വരേണ്ട കാര്യമില്ല. ഈ നെറ്റ്വർക്കിൽ 500ഓളം ആളുകൾ പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പ് സംപ്രേഷണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കളിയും കാര്യവും ഇടകലർന്ന വിവരണത്തിൽ നിറഞ്ഞു നിന്നത് ആവേശം അംബാൻ. കഥാപാത്രത്തിന് കിട്ടിയ സ്വീകാര്യതയിൽ സന്തോഷം പങ്കുവച്ച് നടൻ സജിൻ ഗോപു. 24-ലൊക്കെ ഫുൾ ഇതാണ്, അടിപൊളി. പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി നന്ദി ഈ പിന്തുണയ്ക്ക്. ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളുടെ ഭാഷയിൽ 24 സംസാരിച്ചുകൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക് 24.